ഹലോ എവ്രി വൺ, എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പോൾമോൻ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങ അരച്ച് മീൻ കറി. അത് എങ്ങനെ ഉണ്ടാക്കുന്നേ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ മീൻ എടുത്തേക്കുന്ന അയല മീൻ. ഇത് ഞങ്ങൾ ഇപ്പം ക്ലീൻ ചെയ്യാം. ഈ മീൻ കറിക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പം ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ വലിയ തേങ്ങ ഇങ്ങനത്തെ പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണമെങ്കിൽ 2 കപ്പ് തേങ്ങ നിങ്ങൾ എടുക്കാം. ഇനിയും ഞങ്ങൾ ഇതിനകത്ത് പൊടികൾ ചേർക്കാം. അതിനു വേണ്ടി 4-5 അല്ലി വെളുത്തുള്ളി ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. ഇതിനകത്ത് പിന്നെ ഞങ്ങൾ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ട് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് ഞങ്ങൾ അരച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇച്ചിരി ചെറുത് പോലെ അരച്ചിട്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ താല്പര്യം ഇല്ലാർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്ത് തട്ടിയിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ചാറ് എത്ര വേണോ അത്രയും നിങ്ങൾ വെള്ളം മിക്സ് ചെയ്ത് അതിനകത്ത് വെള്ളം ഇട്ടിട്ട് എല്ലാം നിവിടിയെടുക്കണം, കേട്ടല്ലോ. പിന്നെ ഇതിനകത്ത് ഞാൻ 2 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ 5-6 പച്ചമുളക് ഞാൻ കീറി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ ക്ലീൻ മീൻ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കറി പോലെ മീൻ കറിയാണ് ഇഷ്ടം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾ ചാർ ആക്കാം, അല്ലെ തിക്ക് ആക്കാം. ഞങ്ങളിപ്പം ഇവിടെ ചാർ പോലെ കഴിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ കറിവേപ്പില വിതറി കൊടുക്കാം. എനിക്ക് കറിവേപ്പിലയുടെ മണം ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഞങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചട്ടി പൊട്ടിക്കണ്ട, കേട്ടല്ലോ. ഹൈ ഫ്ലെയിമിൽ അതുകൊണ്ട് വെക്കണ്ട. ഇത് 250 ml ഗ്ലാസ്സാണ്. ഇതിൻ്റെ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വെള്ളം വയ്ക്കണ്ട. ഇത് ഇപ്പം 15-20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് കടുക് ഇടാൻ വറുക്കാം. ഇതിനകത്ത് ഇത്രയും ചാറുണ്ടെങ്കിലും ഇത് ചട്ടിക്കകത്ത് എറിഞ്ഞ് ഇത് ഇത്തിരി തിക്കാം. ഇപ്പം ഞങ്ങൾ തീ ഓഫ് ആക്കാം. ഇതിനകത്ത് കടുക് വറുക്കാനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ തെളിച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇടാം. എനിക്ക് കടുകിൻ്റെ ഈ പൊട്ടുന്ന സൗണ്ട് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ. പിന്നെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ചെറുത് പോലെ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ കടുകിനകത്ത് ഇടാം. പിന്നെ ഇച്ചിരി കടിപ്പത്ത കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ 2-3 അല്ലി വെളുത്തുള്ളി അഥവാ എടുക്കുകയാണെങ്കിൽ അത് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി നല്ലതാവും. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അഥവാ നിങ്ങൾ മീഡിയം ഫ്ലെയിം അല്ലെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചുമച്ച് ഊപ്പാടെ ഒന്നിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഫ്ലെയിം കുറച്ചാണ് വെക്കേണ്ടത്. പിന്നെ ഞങ്ങൾ മാറ്റി വെച്ച മീൻ കറിക്കകത്ത് ഞങ്ങളുടെ കടുക് ഇട്ട് കൊടുക്കാം. ആ സൗണ്ട് ഒത്തിരി എന്തോ സൗണ്ട്. പിന്നെ ആ സ്മെല്ലും എത്ര നല്ല സ്മെല്ലാണ്. ഞാൻ ഓടി വരും കിച്ചനകത്ത് സ്മെൽ അത് വന്നിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് നല്ല ടേസ്റ്റാ. അയ്യോ, എൻ്റെ വായിൽ വെള്ളം വരുവാ ഇത് പറഞ്ഞിട്ട്.
നിങ്ങളുടെ മീൻ കറി ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.